ഹലോ ഗായ്സ്, ഇത് കണ്ട നിങ്ങൾ നമ്മൾ എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഇതെവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഒരു സ്ഥലം? ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് നമ്മുടെ നെട്ട എന്ന് പറയും. നമ്മുടെ തലക്കറി ഫേമസ് ആയ സ്ഥലമാണ് നെട്ട. തിരുവനന്തപുരം വെള്ളറട. തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കട വെള്ളറട വന്നിട്ട് നെട്ട എന്ന് പറയും. ഇതുവഴി തമിഴ്നാടാണ് പോകുന്നത്. അപ്പോൾ ഈ നെട്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തൃപ്പരപ്പാണ് വരുന്നത്. തൃപ്പരപ്പ് നല്ലൊരു വാട്ടർഫാളാണ്, നല്ല സ്ഥലമാണ്. നമുക്ക് എന്താ പറയുക, പിള്ളേർക്കും ഫാമിലിയായിട്ടൊക്കെ പോകുവാനും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് തൃപ്പരപ്പ്. അപ്പോൾ ഞങ്ങളുടെ യാത്ര അങ്ങോട്ടാണ്, തൃപ്പരപ്പിലോട്ട് പോവുകയാണ്. അപ്പം ഇതൊക്കെ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ തലക്കറി ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. തലക്കറി ഭയങ്കര ഫേമസ്. ഇവിടെയൊക്കെ റോഡ് സൈഡുകളിൽ കടകൾ ഒത്തിരി ഉണ്ട്. ഒത്തിരി കടകളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് പുഴമീൻ്റെ തല, കപ്പ, അങ്ങനെയൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ല വിലക്കുറവാണ്. വിലയൊക്കെ നല്ല കുറവാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളെയൊക്കെ നോക്കിയിട്ട് സാധാരണക്കാർക്കൊക്കെ വന്ന് അടിപൊളിയായിട്ട് കഴിച്ചു പോകാൻ പറ്റിയ കടകളുണ്ട്. പിന്നെ കണ്ടില്ലേ, ഇതൊക്കെ കണ്ടോ? ഇതൊക്കെ ഒത്തിരി നല്ല വെള്ളം നല്ലതായിട്ട് നിറഞ്ഞ് നിൽക്കുമായിരുന്നു. ഇപ്പം വെയിലും കാര്യങ്ങളും ചൂടൊക്കെ ആയതുകൊണ്ട് വെള്ളം മാറി. പിന്നെ ഫുൾ എസ്റ്റേറ്റുകളാണ് ഇവിടെ എല്ലാം. റബ്ബർ തോട്ടങ്ങളും എസ്റ്റേറ്റുകളും മാത്രമാണ്. ഫുള്ള് റബ്ബർ തോട്ടമാണ്. ഇവിടെ ഒരു ഫേമസ് എസ്റ്റേറ്റ് ഉണ്ട്, ഏക്കർ കണക്കിന്. എത്ര ഏക്കറുണ്ടെന്ന് നമുക്കറിയില്ല, പറയുന്ന കേട്ടിട്ടുണ്ട്. വൈകുണ്ഠ എസ്റ്റേറ്റ് എന്ന് പറയും. ഇത് കണ്ട്, ഇത് ഫുള്ള് പൂർത്തിയാണ് നമ്മുടെ പൈനാപ്പിൾ, കൈതച്ചക്ക, പൈനാപ്പിൾ കൃഷിയാണ് ഫുള്ള്. ഇവിടേക്കുള്ള റബ്ബറെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് കണ്ടോ, പുതിയ റബ്ബർ തൈ വെച്ചിട്ടുണ്ട്. അതിന് ചുറ്റും ഏക്കർ കണക്കിന് ചെയ്തിരിക്കുക പൈനാപ്പിൾ കൃഷി. പിന്നെ ഇത് നമ്മൾ ഇവിടുന്ന് നേരെ എത്താറാവുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ കറക്റ്റ് റൂട്ട് പറഞ്ഞുതരാം. വെള്ളറട, തിരുവനന്തപുരം ജില്ലയിൽ വെള്ളറടയിൽ നിന്ന് ആറാട്ടുകുഴിയിൽ നിന്ന് നേരെ കളിയൽ, നെട്ടൈ വഴി. നെട്ടയാണ് തലക്കറി ഫേമസ് ആയ സ്ഥലം നമ്മൾ കാണിച്ചത്. ഇതൊരു വലിയൊരു പാലവും പുഴയുമാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്നത് നേരെ തൃപ്പരപ്പിലോട്ടാണ്. കാരണം നമ്മൾ കണ്ടോ, ഇവിടുന്ന് റൈറ്റിലോട്ട് തൃപ്പരപ്പ് ബോർഡുണ്ട്. മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലോട്ട് നമുക്ക് മുന്നിൽ പോകുന്ന ഈ വണ്ടിയും യാത്രക്കാരൊക്കെ അങ്ങോട്ടാണ്. ഇതാരൊക്കെയാണെന്ന് നമുക്കറിയില്ല. അവരും എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ 3-4 പേരുണ്ട്. ഞങ്ങൾ വെറുതെ ഒന്ന് യാത്ര ചെയ്ത് നോക്കാമല്ലോ, ടൈമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ വന്നതാണ്. കണ്ടോ, ഇതൊരു ചെറിയ ക്ഷേത്രമാണ്. പിന്നെ ഇവിടെയൊക്കെയാണ് വണ്ടി പാർക്കിംഗ് സൗകര്യമുണ്ട് കേട്ടോ. നല്ല കുഴപ്പമൊന്നുമില്ല, നല്ല സ്ഥലം. പാർക്കിങ്ങൊക്കെ സൗകര്യമുണ്ട്. ഇവിടെയുള്ള പോലീസുകാരൊക്കെ ആണെങ്കിലും നല്ല ഇടപെടൽ, നല്ല നമ്മുടെ അടുത്തൊക്കെ നന്നായിട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഈ നല്ല നമ്മുടെ മുഖത്ത് പോയി കഴിഞ്ഞാൽ ചിരിച്ചോണ്ടേ സംസാരിക്കുള്ളൂ. അമ്മാതിരിയുള്ള ആൾക്കാരാണ് പോലീസുകാരൊക്കെ. ഇത് ഒരുപാട് ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാരാണ് ഒരു ദിവസം വരുന്നത്. പാസ് ഉണ്ട്, ഒരാൾക്ക് 10 രൂപയാണ് പാസ്. അതുപോലെ വണ്ടിക്കും 10 രൂപ പാസ്സുണ്ട്. ഇത് കണ്ടോ, ഇതാണ് വെള്ളച്ചാട്ടം. കണ്ടോ, ഈ ഒരു ഇതിൽ ആൾക്കാർ കുളിക്കുന്നുണ്ടോ? ഒത്തിരി ആൾക്കാർ. ഇത് മഴ സമയത്തൊക്കെ ഇതിൻ്റെ ഡബിളായിരിക്കും വെള്ളം വന്ന് ചാടുന്നത്. കാരണം നമുക്ക് അറിയാൻ പറ്റില്ല, അത്രയ്ക്ക് കാണാൻ പോലും പറ്റാത്ത രീതിക്ക് ആ താഴെ ഒരാളൊക്കെ നിന്ന് കാണാൻ പറ്റില്ല. അമ്മാതിരി വെള്ളച്ചാട്ടമായിരിക്കും. ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷക്കണക്കിന് ആൾക്കാരിങ്ങനെ വന്നു പോകുന്നത്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇതിൽ വെള്ളത്തിൽ നനയുവാനും നമ്മൾ കുളിക്കുവാനും ശ്രമിക്കും. കാരണം ആ ഒരു വൈബാണ് ഇവിടെ ഉള്ളത്. കാരണം ഇത്രയും ആളുകൾ കണ്ടിട്ടേ, എന്തോരം ആളുകളാണ്, ഇത്രയും ജനങ്ങൾ ഇവിടെ വന്നിങ്ങനെ കുളിക്കാനും അതുപോലെ ഇവിടുത്തെ ഒരു വൈബ് സ്വന്തമായിട്ട് എടുക്കുവാനും വരികയാണ് എല്ലാവരും. ഓക്കെ ഗൈസ്, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ്